ക്രിസ്ത്യാനോ റൊണാൾഡോ, നിങ്ങൾ ഇത് കാണുക. വൈ ദിസ് മാൻ ഇസ് കോൾഡ് എ ജീനിയസ്. ഇത് ആര് പറഞ്ഞതാ? ഷൈജു ദാമോദരൻ കമന്ററി പറഞ്ഞതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കോങ്കോയായിട്ടുള്ള മത്സരം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മനുഷ്യൻ ഏറ്റ വിമർശനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. കാരണം മെസ്സിയുമായിട്ട് താരതമ്യം ചെയ്ത്, അല്ലെങ്കിൽ മെസ്സി റൊണാൾഡോ ആ ഒരു കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് മെസ്സി ഫാൻസ് എല്ലാം റൊണാൾഡോയെ ട്രോളി 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 കോണം വരുത്തി. അതായത് തീർന്നെന്ന് പറഞ്ഞാൽ തീർന്നു എന്ന് പറയുന്നു ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പറഞ്ഞ് പ്രഖ്യാപിച്ച കുറെ എതിർഭാഗം ആളുകളെ എല്ലാം ഈ പറയുന്ന നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇന്നത്തെ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ മത്സരത്തിൽ എണ്ണം പറഞ്ഞ 2 ഗോളുകൾ നേടി ക്രിസ്ത്യാനോ റൊണാൾഡോ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. 6 ലോകകപ്പിൽ കളിച്ചിട്ടുള്ള ക്രിസ്ത്യാനോ 6ലും ഗോൾ നേടിയിട്ടുണ്ട്. അതും ഒരു ചരിത്രമാണ്. ഒന്ന് ഓർത്തു നോക്കിക്കേ. ആ മനുഷ്യൻ ഏറ്റ വിമർശനങ്ങൾ കഴിഞ്ഞ മത്സരത്തിൽ കോങ്കോയുമായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് പാസ് നൽകുന്നില്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ ബോക്സിന് മുന്നിൽ പെട്ടുകിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഈ പറയുന്നത് പോലെ വിമർശനങ്ങളുടെ മഴ ചൊരിഞ്ഞ് അതോ പോർച്ചുഗൽ ഫാൻസിനും ക്രിസ്ത്യാനോ ഫാൻസിനും, അതായത് അവർ തിരിച്ച് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഉണ്ടല്ലോ, അവരെ ഒരുമാതിരി മറ്റേ തലവഴി ചെളിവെള്ളം മാറി കോരി ഒഴിച്ച ഒരു അവസ്ഥയിലേക്ക് ഈ പറയുന്ന പോലെ മറ്റ് കളിക്കാരുടെ ഫാൻസ് വന്ന് റൊണാൾഡോയെ ട്രോളുന്നത് കണ്ടപ്പോൾ മനസ്സിലൊരു തേങ്ങലുണ്ടായിരുന്നു. ഞാൻ എന്ന വ്യക്തി ഒരു ബ്രസീൽ ടീമിന്റെ ആരാധകനാണ്, പക്ഷേ ഈ ഒരു മനുഷ്യനെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ആ ഒരു കാലിബർ കണ്ടിട്ട് തന്നെയാണ്. കാരണം ഈ 41-ാമത്തെ വയസ്സിലും ഇത്രയും നല്ല രീതിയിൽ ഫിസിക്ക് കൊണ്ടു നടന്ന് ആ ഒരു കളിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എടുക്കുന്ന എഫേർട്ടുകൾ, അതായത് അദ്ദേഹത്തിന്റെ ട്രെയിനിങ് പ്ലസ് ഫുഡ് കഴിക്കുന്നതിനകത്ത് അങ്ങനെ ഓരോ കാര്യങ്ങളും അദ്ദേഹം ചെലുത്തുന്ന ശ്രദ്ധയാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ഇങ്ങനെ പവർഫുൾ മാനായിട്ട് നിർത്തുന്നത്. അത് എനിക്ക് ഈ ഒരു ആവേശം വരുന്നതിനാന്ന് വെച്ചാൽ, ഉസ്ബെക്കിസ്ഥാനുമായിട്ടുള്ള മത്സരത്തിന് പോർച്ചുഗൽ ഇറങ്ങുന്നതിന് തൊട്ടു മുന്നേ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ മനുഷ്യന് ഒരു ഗോൾ അടിക്കണമെന്ന്. ഒന്നല്ല, എണ്ണം പറഞ്ഞ 2 എണ്ണമാണ് അടിച്ചത്, 2 ഗോൾ. അതുമാത്രമല്ല, ഇന്നത്തെ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ മത്സരത്തിൽ പോർച്ചുഗൽ ടീം ഒരു ടീമായിട്ട് കളിക്കുന്നത് കണ്ടു. അതും ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം. കാരണം പോർച്ചുഗൽ ടീം കഴിഞ്ഞ മത്സരത്തിൽ എവിടെയൊക്കെയോ കുറെ പാളിച്ചകൾ, ബോക്സിലേക്ക് പന്ത് വരുന്നില്ല, ക്രിസ്ത്യാനോയുടെ കാലിലേക്ക് പന്ത് വരുന്നില്ല. പോട്ടെ, ക്രിസ്ത്യാനോ അല്ല, ബോക്സിനുള്ളിലേക്ക് മറ്റു താരങ്ങൾ നിൽക്കുമ്പോൾ അവരുടെ കാലിലേക്കും പന്ത് വരാതെ മിഡിലിൽ കിടന്ന് പന്ത് കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പാസിട്ട് കളിച്ച് ആ കോങ്കോയുമായിട്ടുള്ള മത്സരത്തിൽ സമനില പിടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത് പോർച്ചുഗൽ ടീമും പോർച്ചുഗൽ ഫാൻസുമാണ്. ഇത്രയും വലിയ ടീം, അതായത് ഇത്തവണ കപ്പടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതയും കൽപ്പിച്ചിട്ടുള്ള ഒരു ടീം, അതായത് എണ്ണം പറഞ്ഞ കളിക്കാർ, ബ്രൂണോ ഫെർണാണ്ടസ് ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് പേരുള്ള എണ്ണം പറഞ്ഞ കളിക്കാരുള്ള പോർച്ചുഗൽ ടീം ഏറ്റുവാങ്ങിയ വിമർശനം, അതായത് ഞാൻ പോലും വിചാരിച്ചു പോയി. കാരണം ഇങ്ങനെ ഞാനെന്ന് പറയുന്ന വ്യക്തി പോലും, കാരണം നമ്മൾ മറ്റ് ടീമിന്റെ അംഗങ്ങളാണ്, ഏറ്റവും കൂടുതൽ മറ്റ് ടീമിന്റെ ആരാധകരാണ് ഇത്തവണത്തെ പോർച്ചുഗൽ ടീമിനെ കുറിച്ച് ഒരു വിലയിരുത്തൽ നേരത്തെ നടത്തിയത്. ഇത്തവണ കപ്പടിക്കാൻ പാകത്തിനുള്ള ഒരു ടീമാണ്, കാരണം അത്രയ്ക്ക് മികച്ച ഒരു സെറ്റ് ടീമിനെയാണ് അവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറയാൻ. പിന്നെ പട നയിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയും കൂടെ ഉള്ളപ്പോൾ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഇരിക്കെയാണ് കോങ്കോ എന്ന് പറയുന്ന ടീമിനെതിരെ മത്സരത്തിൽ 1-1 സമനില പിടിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റ വിമർശനങ്ങൾ. തലവഴി കരിയോര് കോരി ഒഴിക്കുന്നത് പോലെ ഓരോ ടീമിന്റെയും, പ്രത്യേകിച്ച് ഈ പറയുന്ന അർജന്റീന ഫാൻസിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ വന്നത്. കാരണം മെസ്സി ആണല്ലോ റൊണാൾഡോയായിട്ട് തട്ടിച്ച് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ മെസ്സി ഹാട്രിക്ക് നേടി, മെസ്സി മറ്റു കളികളിൽ ഗോൾ നേടുന്നതും ഇദ്ദേഹം ഈ ക്രിസ്ത്യാനോയ്ക്ക് അടിക്കാൻ കഴിഞ്ഞില്ല, ക്രിസ്ത്യാനോയുടെ കാലെ പന്ത് കിട്ടുന്ന വിമർശനങ്ങൾ കൊണ്ട് മൂടി അവസാനം ആകെ ഒരു നിന്നിരുന്ന ആ ടീമിനെ ഇന്ന് ആദ്യത്തെ ഗോൾ തന്നെ അടിച്ച് ക്രിസ്ത്യാനോ ലീഡ് നേടിക്കൊടുത്തു. മാത്രമല്ല, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കളി കാണാൻ, പോർച്ചുഗലിന്റെ കളി കാണാൻ തന്നെ ഭയങ്കര സൗന്ദര്യമായിരുന്നു. കാരണം അവരുടെ ഓരോ പാസുകളൊക്കെ ഭയങ്കര ഇതായിരുന്നു. കാരണം അത്രയും നല്ല, നമുക്ക് ഇത്രയും ആവേശത്തോടുകൂടി പറയണം എന്നുണ്ടെങ്കിൽ ആ ടീം ഇന്നൊരു ടീമായിട്ട് കളിച്ചു. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. കാരണം
അത്രയധികം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഗ്രൗണ്ടിൽ കിട്ടിയ സപ്പോർട്ട്. മാത്രമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നൊരു പറയുന്ന പ്ലെയർ ഒരു ഗോൾ അടിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഒരു ആഘോഷമൊക്കെ ഉണ്ട്. ആ ഓ എന്ന് പറയുന്ന ആ സംഭവം, സൂ എന്ന് പറയുന്ന ആ ഒരു സംഭവം, അതൊക്കെ കാണാനായിട്ട് എത്രയോ ആൾക്കാർ കൊതിച്ചിരിക്കുകയായിരുന്നു. കാരണം ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ ഇപ്പം ലോകകപ്പ് കളിക്കുന്ന മറ്റു ടീമുകളുടെ ആളുകളും ആരാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംശയിക്കാതെ തന്നെ പറയാം. കാരണം അദ്ദേഹം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, ലൂയിസ് ഫിഗോ എന്ന് പറയുന്ന ഒരു പ്ലെയർ, പഴയ പോർച്ചുഗലിൻ്റെ ക്യാപ്റ്റനാണ്. ഈ പറയുന്ന പോലെ പോർച്ചുഗൽ ടീമിനെ ഒന്ന് ഒരുക്കിയെടുത്തത്. അതിനുശേഷം പോർച്ചുഗൽ ടീം എന്ന് പറയുമ്പോൾ പോർച്ചുഗൽ ടീമിന് ആ ഒരു പേര് ഇപ്പോഴും ആ പേരോടുകൂടി അത്രയും മുകളിൽ അത്രയും ഹൈപ്പ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒറ്റ പ്ലെയറുടെ പേരിലാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു ഒറ്റ പ്ലെയറുടെ പേരിലാണ് ആ ടീം അവിടെ നിൽക്കുന്നത്. ആ ടീമിനെ ചുമലിലേറ്റി അദ്ദേഹം വരുമ്പോൾ അത് ഇത്തവണ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വേൾഡ് കപ്പാണെന്ന് പറയുന്നു. കാരണം 41 വയസ്സ്, 41 വയസ്സിലും അദ്ദേഹം ഇപ്പോഴും കളിക്കുന്നുണ്ട്. ഇനിയൊരു 4 വർഷം കഴിഞ്ഞ് അടുത്തൊരു വേൾഡ് കപ്പ് കളിക്കാൻ അദ്ദേഹം ഉണ്ടാകുമോ ഇല്ലാതിരിക്കാനാണ് സാധ്യത. കാരണം ഈ ഒരു ഏജായി. പിന്നെ മാത്രമല്ല എന്താ പറയുക, മറ്റു വരുന്ന തലമുറയ്ക്ക് മാറിക്കൊടുക്കേണ്ട അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന് എത്രമാത്രം കളിക്കാൻ പറ്റുമോ അത്രയും കളിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്താണെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വേൾഡ് കപ്പ്, അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പ് കിട്ടണമെന്നൊരു ആഗ്രഹം പോർച്ചുഗൽ ടീമിന് മാത്രമല്ല മറ്റുള്ള ടീമിൻ്റെ ഫാൻസിന് പോലും ഉണ്ട്. കാരണം അത്രയും എന്നാ പറയുന്നത് ആരാധകർ നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരു പ്ലെയറാണ്. ഈ ഒരു കാര്യം കൂടെ, അദ്ദേഹത്തിന് അതുപോലെ തന്നെ വിമർശകരും ഉണ്ട് കേട്ടോ. എതിർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത സ്ഥിരം ട്രോളുന്ന കുറേ ആളുകളും ഉണ്ട്. അത് ശരിയാണ്. ഒരു പ്ലെയർ അത്രയും മികച്ചവനാണെങ്കിൽ ഉറപ്പായിട്ടും അവനെതിരായിട്ടും കുറേ ആളുകളുണ്ടാവും. അങ്ങനെ ഒരു ഗണത്തിൽപ്പെടുന്ന കുറേ ആളുകളുണ്ട്. എന്നിരുന്നാൽ പോലും എങ്ങനെയാണെങ്കിലും ഇനി വരുന്ന മത്സരങ്ങളിൽ ഈ ഒരു ടീം സ്പിരിറ്റോടുകൂടി കളിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗൽ ടീം ഉറപ്പായിട്ടും കപ്പടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പം ഇന്ന് ഉസ്ബെക്കിസ്ഥാനെതിരെ 5 ഗോളിനാണ് പോർച്ചുഗൽ ടീം ജയിച്ചത്. എന്തായാലും കഴിഞ്ഞ കളിയുടെ എല്ലാ ക്ഷീണവും തീർത്തുകൊണ്ടിട്ടുള്ള ഒരു മത്സരമായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. മുഴുവൻ സമയം ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യം. കഴിഞ്ഞ കളിയും ഉണ്ടായിരുന്നു. പക്ഷേ ബോക്സിൻ്റെ ചുറ്റിൽ അല്ലെങ്കിൽ ഗോളിക്കും അപ്പുറത്ത് ഗോൾ പോസ്റ്റിനകത്ത് ചാരി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങൾ കേട്ടിരുന്നു. അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഫുള്ള് ഒരു ഘട്ടത്തിൽ, അതായത് ഗ്രൗണ്ട് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താ പറയുന്ന അത്രയും മികച്ച രീതിയിൽ എല്ലായിടത്തും ഓടി നടന്ന് എല്ലാ പ്ലേയേഴ്സിനെയും സപ്പോർട്ട് ചെയ്ത് നമുക്കത് കാണാമായിരുന്നു. ആ കളിയിൽ അതിൻ്റെ ഒരു എനർജി കാണാമായിരുന്നു. അങ്ങനെ ഒരു ക്യാപ്റ്റൻ അങ്ങനെ ഒരു എനർജി കൊടുക്കുമ്പോൾ കൂട്ടത്തിലുള്ളവർക്കും ആവേശം. ഈ കൂട്ടത്തിലുള്ളവർക്ക് ഒരുപാട് ഈഗോയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. കാരണം ഈ മറ്റേ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ അഹങ്കാരം, അല്ലെങ്കിൽ ക്രിസ്ത്യാനോയ്ക്ക് പന്ത് കൊടുക്കുന്നില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനു മുന്നേ ഈ കളിക്ക് തൊട്ട് മുന്നേ വരെ നമ്മൾ കേട്ടിരുന്നതാണ്. അതിനെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടായിരുന്നു ഇന്നത്തെ ഒരു മത്സരം. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പന്ത് പാസ് ചെയ്ത് ആരെയും ഒറ്റപ്പെടുത്തുന്ന കണ്ടില്ല. കഴിഞ്ഞ കളിയാണെങ്കിൽ ഒറ്റപ്പെടുത്തുന്ന കണ്ടു ക്രിസ്ത്യാനോ റൊണാൾഡോയെ. അതിനുശേഷം ഒരു താരതമ്യം വന്നത് അർജന്റീന ടീമിന് വേണ്ടിയിട്ടുള്ള മെസ്സി കളിക്കുമ്പോൾ മെസ്സിക്ക് മറ്റ് ടീം അംഗങ്ങളെല്ലാം ഫുൾ സപ്പോർട്ടിൽ പന്ത് കൊടുക്കുന്നു, ക്രിസ്ത്യാനോയ്ക്ക് കൊടുക്കുന്നില്ല. അങ്ങനെ കുറേ സംസാരങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം കേടും ഇന്നത്തെ മത്സരത്തിൽ തീർന്നിട്ടുണ്ട്. ഇന്ന് ഈ കളിയിൽ ആർക്കും കുറ്റം പറയാനായിട്ടൊന്നുമില്ല. പോർച്ചുഗൽ ടീം ഒന്നൊന്നര പ്ലേ ആണെന്ന് കളിച്ചത്. എന്തായാലും അവരുടെ വരും മത്സരങ്ങളിൽ കാണാം. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഹാട്രിക് അടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ആഗ്രഹിച്ചു. പക്ഷേ ഹാട്രിക് ഇല്ലെങ്കിലും സാരമില്ല, അടിച്ച് 2 ഗോള് മതി. വിമർശകർക്കുള്ള അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് മതി. വരും ദിവസങ്ങളിൽ ഇതിനേക്കാളും മികച്ച രീതിയിൽ നല്ല രീതിയിൽ കളിച്ച് പോർച്ചുഗൽ ടീം മുന്നേറട്ടെ. അത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പടത്തലവൻ്റെ ആ ഒരു ഇതിൽ തന്നെ, ആർജവത്തിൽ തന്നെ പോർച്ചുഗൽ കയറിപ്പോട്ടെ. ഇന്നത്തെ മത്സരം കണ്ടതിൻ്റെ ആവേശത്തിൽ തന്നെ, ആ ഒരു സന്തോഷത്തിൽ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ഇത് ഇട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ഇത് കിട്ടത്തില്ല. എനർജിയോടുകൂടി ഇടുമ്പോഴത്തേക്കും ആ ഒരു സന്തോഷം നമുക്കും ഉണ്ട്. അപ്പം ബൈ.